ദ ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലും ആയിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവർ. എബ്രായർ 11-5 വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അവനെ ഈ ലോകത്തിൽ നിന്നും ദൈവം മുകളിലേക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെക്കുറിച്ച് സാക്ഷി പറഞ്ഞു. 365 വർഷമാണ് ആനോക്കിൻ്റെ ആയുഷ്കാലം. 300 വർഷക്കാലം അവൻ ദൈവത്തോടെ അടുത്ത് ജീവിച്ചു. അടുത്ത് ജീവിച്ചത് കൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കുന്നവർക്ക് ദൈവത്തോടുള്ള അന്യോന്യത കിട്ടത്തുള്ളൂ. ദൈവഹിതപ്രകാരം ജീവിക്കണം. ദൈവഹിതപ്രകാരം ജീവിക്കുന്നവർക്കാണ് ദൈവവുമായിട്ടുള്ള അന്യോന്യത കിട്ടുന്നത്. ആ അന്യോന്യത നിനക്ക് വേണമെന്ന് വരിൽ, പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് അന്യോന്യത വേണമെന്ന് വരിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കണം. ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ എജ്ജാടിನಲ್ಲಿ നമ്മൾ ഓരോരുത്തരും നമ്മൾ നടന്നെങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള അന്യോന്യത നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ മരണം കൂടാതെ എടുക്കപ്പെട്ടവരിൽ 2 പേരാണ്. ഒന്ന് ഹാനോക്കും ഒന്ന് ഏലിയാവും. അതായത് അവൻ ദൈവഹിതപ്രകാരം ജീവിച്ചുവെന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ ആണ് നാം കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണമെന്ന് വരികിൽ നമ്മൾ ഓരോരുത്തരും ഏത് സമയത്താണ് നമ്മുടെ കർത്താവ് വരുന്നതെന്ന് അറിയത്തില്ല. ഏത് സമയത്ത് വന്നാലും നമ്മൾ കർത്താവിനോടുകൂടെ എടുക്കപ്പെടണമെന്ന് വരികിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചും വാക്യാനുസാരമാക്കി നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. വാക്യം നമ്മളിലും നമ്മൾ ദൈവത്തിലും വസിക്കണം. അതുപോലെ തന്നെ നമ്മളെ ദൈവം എടുക്കണമെന്ന് വരികിൽ നമ്മുടെ ദൈവം ആരാണ്? പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പരിശുദ്ധതയോടെ ജീവിക്കണം. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? അവർക്ക് ദൈവസന്നിധിയിൽ എടുക്കപ്പെടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ നാം എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ ദൈവഹിതപ്രകാരം ജീവിക്കണം. ദൈവഹിതപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മൾക്കും അവനോടുകൂടെ പോകാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവർ എന്ന് സാക്ഷ്യം പറയണം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. അവൾ ദൈവഹിതപ്രകാരം അവൾ യേശുവിനെ അനുസരിച്ചാണ് ജീവിക്കുന്നത്, അവൻ ദൈവത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് സാക്ഷി പറയണം. നമ്മളല്ല സാക്ഷി പറയേണ്ടത്, നമ്മളെക്കുറിച്ച് മറ്റുള്ളവരാണ് സാക്ഷി പറയേണ്ടത്. അതുപോലെ തന്നെ ദൈവം നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. ആനോക്കിനെക്കുറിച്ച് ദൈവം സാക്ഷി പറയുന്നു, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന്. നമ്മളും അതുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കപ്പെടുന്നവരായി തീരണം. അതുപോലെ നമുക്ക് ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. നോഹയെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നു. ഉൽപ്പത്തി 7-1 അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ സർവ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നോഹയെ എങ്ങനായി കണ്ടിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈ തലമുറയിൽ എൻ്റെ മുൻപാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. നീതിമാനായി നമ്മൾ ഓരോരുത്തരും നീതിമാന്മാരായി ജീവിക്കണം. നീതിവന്തരാകി നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. ഈ വഷളത്തം നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചൂടേറിയ മരുഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുള്ളും പറക്കാരെയും നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെയൊക്കെയും തരണം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പാതയെ മുൻപറ്റി അവിടുന്ന് പ്രകാശം കണ്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നവരായിരിക്കണം. നോഹയോട് കർത്താവ് പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഇത്ര അടി നീളം, ഇത്ര അടി വീതി, അനേക അറകൾ നിറഞ്ഞത് എന്നെല്ലാം നോഹയോട് പറഞ്ഞു. നോഹ ആ വാക്കിന് അനുസാരമാക്കി നോഹ ഭയങ്കര ഒരു പെട്ടകം
പണിതു. പെട്ടകം പണിതതിനെല്ലാം കാണിയായി ഭയങ്കര റൂമുകളെല്ലാം ഉണ്ടാക്കി. ദൈവം പറഞ്ഞതുപോലെ തന്നെ നോഹയുടെ ഭാര്യയും 3 പെൺപിള്ളാരും അവരുടെ ഭർത്താക്കന്മാരും അങ്ങനെ 8 പേര് ആ പെട്ടകത്തിനകത്ത് കയറി. ആ കൂടെ ദൈവം നോഹയോട് പറഞ്ഞു, എല്ലാ മൃഗങ്ങളിലും ഇഴജാതികളിലും പക്ഷികളിലും എല്ലാം നിനക്ക് വേണ്ടുന്ന പോലെ ആണും പെണ്ണുമായിട്ട് അതിനകത്ത് കയറ്റിക്കോണമെന്ന് പറഞ്ഞു. അവൻ പിടിക്കാൻ പോയില്ല, നോഹ തേടിപ്പോയില്ല. എല്ലാം വാതിലിൽ വന്ന് നിന്ന് അകത്തോട്ട് കയറിപ്പോയി. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കേ. എങ്ങനെ ആ മൃഗങ്ങളും പക്ഷികളും ഇഴജാതികളും എല്ലാം ഓരോത്തിൻ്റെ അറകളിലേക്ക് കയറിപ്പോയി. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവത്താൽ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവം ഇതിനെയെല്ലാം അകത്തേക്ക് കയറ്റിവിട്ട് വാതിലും അടച്ചു. വാതിലടച്ച നിമിഷം മുതൽ 40 പകലും 40 രാത്രിയും ഭയങ്കര മഴയുണ്ടായി. നമ്മുടെ നാട്ടിൽ ഒരാഴ്ച നിൽക്കാത്ത മഴ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ദേശമെല്ലാം വെള്ളം കൊണ്ട് നിറയും എന്ന് പറഞ്ഞതുപോലെ ദൈവം മനപ്രയാസം സഹിക്കാൻ മേലാഞ്ഞിട്ടും ഹൃദയവേദന കൊണ്ടുമാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. കാരണം ഞാൻ സൃഷ്ടിച്ച മനുഷ്യര് നശിച്ചു പോകുന്നല്ലോ, ഒരുത്തർ പോലും എന്നെ തേടി വരുന്നില്ല, ഒരുത്തർ പോലും എൻ്റെ വാക്ക് കേൾക്കുന്നവരില്ല എന്നുള്ള മനോവേദനയാലാണ് ഈ ദേശം ഞാൻ നാശപ്പെടുത്തുമെന്ന് ദൈവം തീരുമാനിച്ചോണ്ട് ഈ 40 ദിവസവും 40 പകലും രാത്രിയും പകലും ഒരുപോലെ മഴ പെയ്തു. ഇവരുടെ പെട്ടകം പൊങ്ങി ഭയങ്കര മലയുടെ മേള് വരെ പോയി. ഒരു മൃഗങ്ങൾ ശേഷിച്ചില്ല, ഒരു പക്ഷികൾ ശേഷിച്ചില്ല, ഒരു മനുഷ്യരും ശേഷിച്ചില്ല. 8 പേരല്ലാതെ എല്ലാവരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി. നമ്മുടെ ദൈവം എത്രയെന്നും ഞാൻ കണ്ട് സഹിക്കണം. ആ ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ദൈവം ഓരോന്നും പറഞ്ഞ് മനപ്രയാസപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഒരു കരപത്രമില്ല, ബൈബിൾ ഉണ്ടോയെന്നും അറിയത്തില്ല. ആ സമയത്ത് ഒരു കൂട്ടായ്മയില്ല, പറഞ്ഞു കൊടുക്കാനോ ഒന്നും ഒരുത്തരും ഇല്ല. എന്നിട്ടും നോഹയും കുടുംബവും ദൈവത്തെ വിട്ടില്ല. പ്രിയ സഹോദര സഹോദരി, നമ്മളാണെങ്കിൽ ആരും ഒന്നും പറഞ്ഞു തരാനില്ല, അവരെല്ലാം ദൈവത്തെ വിട്ട് ജീവിക്കുന്നു. എന്നാൽ ഞാനും ഇനി അങ്ങനെ അങ്ങ് ജീവിച്ചേക്കാവുന്നേ നിങ്ങൾ വിചാരിക്കത്തുള്ളൂ. പക്ഷെ നോഹ അങ്ങനല്ല. നോഹയും കുടുംബവും ഒരു കാരണവശാലും ദൈവത്തെ വിട്ടില്ല. അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചതുകൊണ്ട് അവരെ ദൈവം രക്ഷിച്ചു. ജനങ്ങൾ നീതിമാന്മാരായി ജീവിക്കുന്നില്ല എന്ന് ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ട് നീതിമാനായി ജീവിച്ചത് ഒരു കുടുംബം മാത്രമേ ഉള്ളൂ, അത് നോഹയും കുടുംബവുമാണ്. അവൻ നീതിമാനായി ജീവിച്ചതുകൊണ്ട് ദൈവ കോപത്തിൽ നിന്നും അവനെ രക്ഷിച്ചു. ആരെ രക്ഷിച്ചു? നോഹയും കുടുംബത്തെ രക്ഷിച്ചു. അതുപോലെ നമ്മളെ രക്ഷിക്കണമെന്ന് വരികിൽ, ദൈവം രക്ഷിക്കണമെന്ന് വരികിൽ നമ്മൾ ദൈവത്തിന് അനുസാരമാകി നീതിവന്തരായി നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ രക്ഷിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേക കഷ്ടങ്ങളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ, കടഭാരങ്ങളെ, ഭയങ്കര കഷ്ടം. ദൈവം നമ്മളെ തിരിഞ്ഞുപോലും നോക്കത്തില്ല. കാരണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ അവരെ സ്നേഹിക്കുന്നത്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഇടപെടാതെ നമ്മൾ ദൈവസന്നിധിയിൽ സ്തുതിയും സ്തോത്രവും പറയുന്നവരായിരിക്കണം. അതുപോലെ ഒരു വ്യക്തിയെ കൂടെ നമുക്ക് നോക്കാം. ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച ഒരു വ്യക്തി, അബ്രഹാമിനെ കുറിച്ച്.
ഉൽപ്പത്തി 22-ാം അധ്യായം 12 നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ദൈവം അബ്രഹാമിനെ കുറിച്ച് നീ ഭയപ്പെടുന്നവനാണ് എന്ന് ദൈവം അവനെക്കുറിച്ച് സാക്ഷി പറയുന്നു. അബ്രഹാമിനെ കുറിച്ച് ദൈവം തന്നെ സാക്ഷി പറയുന്നു. അബ്രഹാമിനോട് ദൈവം എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം അവൻ അതുപോലെ അനുസരിച്ചു. 100-ാമത്തെ വയസ്സിൽ അവന് വാഗ്ദത്ത സന്തതി ജനിച്ചത്. വാഗ്ദത്ത സന്തതി ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ ഉടനെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ ഏകജാതനായ മകനെ എനിക്ക് ബലി കൊടുക്കുവാൻ, എനിക്ക് വേണ്ടി യാഗം അർപ്പിക്കുവാനായിട്ട് പറയുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ എത്ര ഭയപ്പെടുക വാക്ക് കേൾക്കുമ്പോൾ. എനിക്ക് ഇത്രയും വയസ്സായിട്ട് എനിക്ക് തന്ന കുഞ്ഞാണ്, അതിനെ ദൈവം യാഗം അർപ്പിക്കാനായിട്ട് പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? ബോധം കെട്ട് നമ്മൾ താഴെ വീഴും, അല്ലെ ഹാർട്ട് അറ്റാക്ക് ആകി താഴെ പോകും, എന്തെങ്കിലും ഭയങ്കര കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരും. അതേസമയം ആരോടും പറയാതെ അവൻ രാവിലെ വിറകെല്ലാം കീറി കഴുതയും 2 ബാല്യക്കാരെയും മകനെയും സ്വല്പദൂരമല്ല 3 ദിവസം ദൂരം നടന്ന് അങ്ങനെ പോയി ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്കാന്ന്. ഇന്ന ദേശമെന്നൊന്നും പറഞ്ഞില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മോറിയ മലയെ കണ്ടു. ആ മോറിയ മലയുടെ അടിവാരത്തിൽ കഴുതയും അവരുടെ ബാല്യക്കാർ 2 പേരെയും നിർത്തിയിട്ട് മകനെയും കൂട്ടി അത്രയും വിറകും മകൻ്റെ തോളിൽ എടുത്തു വെച്ച് അപ്പനും മകനും കുന്നു കയറി പോവുകയാണ്. പോകുന്ന സമയത്ത് മകൻ ചോദിക്കുന്ന, അപ്പാ യാഗത്തിനുള്ള ആട്ടുംകുട്ടി എവിടെ? മകനെ ദൈവം കരുതിക്കൊള്ളും. എന്താ മറുപടിയാന്ന് നോക്കിയേ, ദൈവം കരുതിക്കൊള്ളൂ. അതാണ് വിശ്വാസം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അബ്രഹാമിന് കൊടുത്ത വിശ്വാസം എനിക്ക് നീ തരണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. ആ അബ്രഹാമിൻ്റെ വിശ്വാസം നോക്കെ, മകനെ ദൈവം കരുതിക്കൊള്ളും. ആ മലയുടെ മുകളിൽ കയറി യാഗപീഠമെല്ലാം റെഡി ചെയ്ത് വിറകെല്ലാം അടുക്കി മകനോട് പറയാണ്, മകനെ നിന്നെ യാഗം കഴിക്കുവാനാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ കയ്യും കാലും കെട്ടി മകനെ ആ വിറകിന്മേലെ കിടത്തി, കത്തി കയ്യിലെടുത്തു. അപ്പോഴത്തേക്കും വെട്ടി ഞുറുക്കിയാലും ചാരത്തിൽ നിന്നാണേലും ദൈവം എനിക്ക് മകനെ തരാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് അബ്രഹാം തീരുമാനമെടുത്തോണ്ടാണ് കത്തി കയ്യിലെടുത്തത്. കത്തി കയ്യിലെടുത്ത ഉടനെ അവൻ വെട്ടി ചുരുക്കും എന്നുള്ളത് ദൈവത്തിന് അറിയായിരുന്നു. ആകാശവാണിയായിട്ടു, അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോഴത്തേക്ക് ആ കുറ്റിക്കാട്ടില് അതാ ഭയങ്കര ഒരു മുട്ടനാട് ഭയങ്കരത്തിൽ കൊമ്പെല്ലാം വള്ളി ചുരുങ്ങി കിടക്കുന്നു. അപ്പൻ മകൻ്റെ കയ്യും കാലും അഴിച്ച് അപ്പനും മകനും കൂടെ പോയി അതിനെ പിടിച്ചോണ്ട് വന്ന് മകനു പകരം ആ ആടിനെ ബലിയാക്കി. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവത്തെ കഴിയാത്ത വല്ലതും ഉണ്ടോ? അവന് അബ്രഹാം ബാല്യക്കാരോട് എന്തുവാ പറഞ്ഞത്? ഞാനും എൻ്റെ മകനും പോയി ആരാധന കഴിച്ചിട്ട് തിരിച്ചു വരുമെന്ന്. ആ വാക്ക് എത്ര വലിയ വാക്കാന്ന് നോക്കി. അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ തന്നെ അപ്പനും മകനും അവിടെ ആരാധന നടത്തി അവർ തിരിച്ച് അടിവാരത്തിലേക്ക് താഴേക്ക് വന്നു. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. സഹോദര സഹോദരി, നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ വാക്കിനനുസാരമാകി വചനത്തിനനുസാരമാകി നമ്മൾ ജീവിച്ചാൽ നമ്മളെയും ദൈവം അനുഗ്രഹിക്കും, എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെന്ന് വരികിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. നമ്മൾ ഭയമുള്ളവരായി ഭയപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നതാ? ഭയപ്പെട്ട് ജീവിക്കണം. ഭയപ്പെടുക. എന്നാന്ന് ചോദിച്ചാൽ
ദൈവത്തിന് ഇഷ്ടമില്ലാത്ത നമ്മളെ തള്ളിക്കളയണം. ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ സ്വീകരിക്കണം. അതാണ് ഭയഭക്തി എന്ന് പറയുന്നത്. ഭയഭക്തി, നമ്മൾ ഭയഭക്തിയോടുകൂടെ ജീവിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ഇനി ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം, യാക്കോബിനെ കുറിച്ച്. യെശയ്യാവ് 43-ാം 4-ാം വാക്യം, നീ എനിക്ക് വിലയേറിയവനും, നോക്കെ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവം യാക്കോബിനോട് പറയാണ്, യാക്കോബിനെ കുറിച്ച് ദൈവം തന്നെ സാക്ഷി പറയുന്നു. നീ ആരാണ്? നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിൽ അനേക തപ്പുകൾ വന്നു. പക്ഷേ അവന് തപ്പുകൾ വന്നെങ്കിലും അതെല്ലാം അവൻ്റെ അമ്മ വരുത്തി വെച്ചതാണ്. അവൻ്റെ അമ്മ ചെയ്ത പണിയാണ് അവനെ ചേട്ടൻ്റെ ആശീർവാദമെല്ലാം, ചേട്ടന് കൊടുക്കാനിരുന്നതെല്ലാം അനിയൻ പോയി നല്ല ആട്ടിറച്ചി കറിയെല്ലാം വെച്ച് ആടിൻ്റെ തോലെല്ലാം മേത്ത് പിടിപ്പിച്ച് അമ്മയാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം അവൻ കൊടുക്കരുതാഞ്ഞു. അവൻ്റെ ജ്യേഷ്ഠാവകാശം അവൻ എന്തിന് അനിയന് കൊടുത്തു? അതും അവൻ്റെ തപ്പാണ്. യാക്കോബ് ഒന്നും സ്വന്തമായിട്ടൊന്നും ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് ബൈബിള് വായിക്കുന്നതിൽ ഒന്നും മനസ്സിലാകുന്നില്ല. അവൻ്റെ അമ്മ അവനെ പറഞ്ഞു വിട്ട് കള്ളത്തരം ചെയ്യാനല്ല പഠിപ്പിച്ചു. അതുപോലെ തന്നെ ജ്യേഷ്ഠൻ അവനെ വിശന്നപ്പോൾ എനിക്കൊരു ഗ്ലാസ് പായസം തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്നാ പറഞ്ഞ്, നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നാൽ ഞാൻ തരാമെന്ന്. ആരെങ്കിലും എൻ്റെ ജ്യേഷ്ഠാവകാശം നിനക്ക് തരാം, പായസം കൊടുക്കാൻ പറയുമോ? ആരും പറയത്തില്ല. അവൻ പറഞ്ഞു, ചെയ്തു. ഒന്നും യാക്കോബിൻ്റെ സ്വന്തമായിട്ടൊന്നും ഉണ്ടായ കാര്യമല്ല. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിലെ തെറ്റുകൾ വന്നു എന്ന് നമ്മളെപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ യാക്കോബിനെ കുറിച്ച് ദൈവം തന്നെ സാക്ഷി പറയുന്നു, നീ എനിക്ക് മാന്യനും പ്രിയനുമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ വന്നതായി നാം കാണുന്നുണ്ട്. എന്നാൽ അവൻ യാവോക്ക് നദീതീരത്തെ അവൻ ഒന്നുമില്ലാത്തവനായി ഒരു വടിയുമായി ഓടിപ്പോയവൻ 2 സമൂഹമായിട്ടാണ് കടന്നു വന്നത്. അനേക കുരിമറികളും കഴുതയും കുതിരയും കാളയും എല്ലാം അവൻ്റെ ജീവിതത്തിൽ എല്ലാമായിട്ട് അവൻ 2 സമൂഹമായിട്ട് അവൻ 2 കൂട്ടമായിട്ടാണ് അവൻ തിരിച്ചു വന്നത്. അങ്ങനെ വന്ന് യാവോക്ക് നദീരത്തിൻ്റെ അക്കരക്കരെ അവരെ എല്ലാം കടത്തി വിട്ടിട്ട് അവൻ ഒറ്റയ്ക്കായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദൂതൻ അവനടുത്ത് പ്രത്യക്ഷമായി. അവൻ ആ ദൂതനെ കയറിപ്പിടിച്ച്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. വെളുക്കുന്നത് വരെയും 2 പേരും മൽപ്പിടുത്തം പിടിച്ചു. എന്നിട്ടും അവൻ വിട്ടില്ല. അവൻ്റെ കാലിന് ഉളുക്ക് കൊടുത്തു. അവൻ്റെ കാലിൻ്റെ കീല് തപ്പിച്ചു വിട്ടെന്നാണ് പറയുന്നത്. അവൻ്റെ ഞരമ്പ് തെറ്റിച്ചു വിട്ടിട്ടും അവൻ വിട്ടില്ല. കെട്ടിപ്പിടിച്ച്, എന്നെ നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്നും പറഞ്ഞ് അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്ന് അവനെ കെട്ടിപ്പിടിച്ച് വിടാതെ കിടന്ന് അവൻ കരഞ്ഞു വിളിച്ച് ചോദിച്ചു. അങ്ങനെ നേരം വെളുക്കാറായിട്ടും ഇവൻ വിടത്തില്ല എന്ന് കണ്ടിട്ട്, നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. എൻ്റെ പേര് യാക്കോബ്, എന്നാൽ ഇന്നു മുതൽ നിൻ്റെ പേര് യാക്കോബല്ല ഇസ്രയേലാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി അവനെ അനുഗ്രഹിച്ചു. പ്രിയ മക്കളെ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഭൗമ്യമാക്കി അനേക ആശീർവാദങ്ങളും കിട്ടിയിട്ടുണ്ടായിരിക്കും. നിനക്ക് വീടുണ്ട്, 2-3 കാറ് മുറ്റത്ത് കിടപ്പുണ്ട്, നിനക്ക് റബ്ബർ തോട്ടമുണ്ട്, തേയിലത്തോട്ടമുണ്ട്, ഏലത്തോട്ടമുണ്ട്, കാപ്പിത്തോട്ടമുണ്ട്. അനേക വിധത്തിൽ നിന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് ആത്മീയമാക്കി. പക്ഷെ ഭൗമ്യമായി നിന്നെ അനുഗ്രഹിച്ചിട്ടില്ല. നീ താണിരിക്കണം. താണിരുന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, നീ എന്നെ ആത്മീയമായി അനുഗ്രഹിക്കണം. നിൻ്റെ കൃപകളാലും വരങ്ങളാലും എന്നെ നിറയ്ക്കണം. നിങ്ങളെല്ലാം ഇപ്പം ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ്. എല്ലാവരും ഞങ്ങളുടെ ഉപവാസത്തിൻ്റെ ഇന്ന്
പതിനഞ്ചാമത്തെ ദിവസമാണ്. ഇനി 6 ദിവസം കൂടെ കഴിഞ്ഞാൽ 21 ദിവസം പൂർത്തിയാകും. എല്ലാവരും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നു. അതിൻ്റെ മധ്യത്തിൽ അനേക രോഗികൾ സൗഖ്യമാകുന്നു, അനേക ഭൂതങ്ങൾ വിട്ടോടുന്നു, അനേക കൂടോത്രം വിട്ടോടുന്നു. അങ്ങനെ അനേക അത്ഭുതങ്ങൾ നടക്കുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവസന്നിധിയിൽ അനുതപിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്നും രക്ഷ പ്രാപിപ്പാൻ നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. നമ്മൾ ദൈവത്തിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. ആത്മീയമായും ഭൗമികമായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിങ്ങൾ ആത്മീയമായി ഭൗമികമായി നിങ്ങളൊന്നും തേടിപ്പോകണ്ട. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ, അതോടെ ഞാൻ നിങ്ങൾക്ക് സകലവും തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് സകലവും തരുന്നത് പുറകിൽ നിന്നാണ് വരുന്നത്, മുമ്പിൽ നിന്നല്ല വരുന്നത്. പ്രിയ സഹോദര സഹോദരി, നമുക്ക് പുറകിൽ നിന്നാണ് വരുന്നത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. അതുപോലെ ഇനിയും 3-4 പേരുടെ വിഷയമുണ്ട്. ജോബ് 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. ജോബിനെ കുറിച്ച് ദൈവം പറയുന്നത് കേൾക്ക്. യഹോവ സാത്താനോടെ, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേലെ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. ജോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുകയാണ്. ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനും നിർദോഷിയും നിഷ്കളങ്കനുമായിരുന്നു. ദൈവം തന്നെ സാക്ഷി പറയുകയാണ്. ദൈവം തന്നെ ജോബിനെ കുറിച്ച് സാക്ഷി പറയുന്നു. അങ്ങനെയുള്ള ഭക്തൻ്റെ മേലെയാണ് സാത്താൻ കണ്ണുവെച്ചത്. അങ്ങനെയുള്ള ഭക്തൻ്റെ മേലെയാണ് സാത്താൻ കണ്ണുവെച്ചത്. ദൈവം അനുവദിച്ചത് കൊണ്ടാണ് സാത്താൻ അവൻ്റെ മേലെ കണ്ണുവെച്ചതും. ദൈവം വേലി പൊളിച്ചു കൊടുത്തു. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ദൈവത്തിന് അറിയാം. ജോബ് ഒരിക്കലും ദൈവത്തെ തള്ളി പറയത്തില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം വേലി പൊളിച്ചു കൊടുത്തത്. അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടം വന്നിട്ടും എന്തെല്ലാം നോവുകൾ അനുഭവിച്ചിട്ടും അവൻ്റെ മക്കളെല്ലാം മരിച്ചുപോയി. അവനിരുന്ന എല്ലാ കൃഷിഭൂമികളും ചുട്ടുപോയി. അവനിരുന്ന എല്ലാ മൃഗങ്ങളും നശിച്ചുപോയി. സകലം നശിച്ച് അവൻ്റെ മേത്തൂടെ ചൊറിയും ചെരങ്ങും ചലവും പഴുപ്പൊഴുകുകയാണ്. അങ്ങനെ ഓടി കഷണങ്ങൾ എടുത്ത് ചിരട്ടപ്പൊളി എടുത്ത് അവൻ മേല് ചൊറിയുന്നത്. അങ്ങനെ അവൻ കഷ്ടപ്പെട്ടിട്ടും അവൻ ഒരു ദിവസം പോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഞാൻ എൻ്റെ ദൈവത്തെ, എൻ്റെ ശരീരസഹിതമായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും. എൻ്റെ ദൈവം ഭൂമിമേൽ വരും. അവന് തീർച്ചയായിട്ടും എന്തൊരു വിശ്വാസമായിരുന്നെന്ന് നോക്കെ. അവൻ അങ്ങനെ പറഞ്ഞ് അവൻ ദൈവസന്നിധിയിൽ താണിരുന്നു. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അവൻ അവസാന നിമിഷത്തിലും അവനെ ദുഷിക്കുകയും പഴിക്കുകയും അവൻ്റെ സ്നേഹിതന്മാർ വന്ന് പഴിക്കുകയും ദുഷിക്കുകയും ചെയ്തിട്ടും അവൻ തിരിച്ചൊരു വാക്ക് പോലും പറഞ്ഞില്ല. ലാസ്റ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ ഇരട്ടിക്കിരട്ടി അനുഗ്രഹം കൊടുത്തു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ദേശക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അയൽവക്കക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പേർക്കും നിങ്ങളുടെ കെട്ടിയോൻ്റെ പേർക്കും ഭാര്യയുടെ പേർക്കും മക്കളുടെ പേർക്കും മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കരുത്. മറ്റുള്ളവർക്ക് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി, നമ്മുടെ സഭയിൽ വരുന്ന ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യ ദേശത്തിന് വേണ്ടി, അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്ക് വേണ്ടി, എല്ലാ പാസ്റ്റർമാർക്ക് വേണ്ടി, എല്ലാ ഇവാഞ്ചലിസ്റ്റുകൾക്ക് വേണ്ടിയും, എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ ഡോക്ടർമാരെ, നേഴ്സുമാരെ, പോലീസുകാരെ എല്ലാവരെയും നമ്മൾ ഓർത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ഇരട്ടിക്കിരട്ടി അനുഗ്രഹിച്ച് ഇരട്ടിക്കിരട്ടി അനുഗ്രഹം നമുക്ക് തരും. അത് തരുമെന്നോർത്ത് നിങ്ങൾ ആരും പ്രാർത്ഥിക്കണ്ട. ദൈവ സന്നിധിയിൽ നിങ്ങൾ താണിരുന്ന്
മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ നടന്ന ഒരു സംഭവം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നിട്ട് 15 വയസ്സുള്ള ഒരു കൊച്ച്, അവരുടെ മകള് 35 വയസ്സുള്ള ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നെന്ന് പറയുന്നു. അവന് 2 കണ്ണും കാണത്തില്ല. കൂടോത്രത്തിൻ്റെ ശക്തിയാണ്. ആ കൊച്ചിൻ്റെ സ്വമേധയാലൊന്നും പോയതല്ല, കൂടോത്രത്തിൻ്റെ ശക്തിയാണ്. ആ തള്ള വന്ന് നിലത്തടിച്ച് വീണ് കിടന്ന് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞ് കരയുന്നു. ആ തള്ളയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ തള്ളയുടെ മേത്തുള്ള കൂടോത്രം, ആ തള്ളയുടെ മേത്തുണ്ട്, അപ്പൻ്റെ മേത്തുണ്ട്, ഈ കൊച്ചിൻ്റെ മേത്തുമുണ്ട്. ആ അമ്മയുടെ മേത്തുനിന്നും അയാളുടെ മേത്തുനിന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ പ്രാർത്ഥിച്ച് സമ്പൂർണ്ണ വിടുതൽ പ്രാപിച്ചു. അമ്മ ഈ തള്ളയുടെ മേത്തുനിന്നും അപ്പൻ്റെ മേത്തുനിന്നും ആ സൈത്താൻ, ആ കൂടോത്രത്തിൻ്റെ സൈത്താൻ പോയി കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് പരിപൂർണ നല്ല കൊച്ചായി. 2nd PUCക്ക് ആ കൊച്ച് പഠിക്കാൻ പോകുന്നു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? അവരാരാന്ന് പോലും എനിക്കറിയത്തില്ല. അവർ വന്ന് കാലിലോട്ട് വീണ് കാറിക്കരയുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഞാനല്ല രക്ഷിക്കുന്നത്, രക്ഷിക്കുന്ന ഒരുവൻ എൻ്റെ കൂടെ ഉണ്ട്, അവനാണ് എൻ്റെ യേശു. അവൻ നിങ്ങളെ തൊട്ട് സൗഖ്യം തരും, നിങ്ങളുടെ എല്ലാ കൂടോത്രങ്ങളും എല്ലാ നേർച്ച കാഴ്ചകളും വിട്ടുപോകും, ദൈവം നിങ്ങളെ തൊടുവെന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അയ്യോ, പെട്ടെന്നൊന്നും അത് പോകത്തില്ലായിരുന്നു. നിന്നെ ആര് പറഞ്ഞയച്ചോ അവരുടെ വീട്ടിൽ നീ പൊക്കോളാൻ പറഞ്ഞു. അവരുടെ വീട്ടിൽ നീ പൊയ്ക്കോ, ഇവരുടെ മേൽ നിനക്ക് അധികാരമില്ല. ആ കൊച്ചു സ്കൂൾ വരെയും വിട്ട കൊച്ച, ഞാനിനി പഠിക്കുന്നില്ലെന്നും പറഞ്ഞു. ഇവരുടെ ദേഹത്തുനിന്ന് സൈത്താൻ വിട്ട് കഴിഞ്ഞപ്പോൾ, കൂടോത്രം വിട്ടുപോയ ഉടനെ പിറ്റേ ദിവസം ആ കൊച്ച് സ്കൂളിൽ പോകാമെന്നും പറഞ്ഞ് പുസ്തകം എടുത്തു. ഈ ഞായറാഴ്ച വന്ന് എൻ്റെ കാലയിലോട്ട് 3 പേരും വീടും. ഞാൻ പറഞ്ഞു, എൻ്റെ കാലെ തൊടല്ലേ, ഞാൻ അതിനുള്ള യോഗ്യത എനിക്കില്ല, നിങ്ങൾ അപ്പച്ചന് വേണ്ടി യേശുക്രിസ്തുവിന് വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞ് ന്യൂ ടെസ്റ്റ്മെൻ്റ് എല്ലാം കൊടുത്ത് അവരോട് സുവിശേഷം എല്ലാം പറഞ്ഞു വിട്ടു. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക, വെള്ളമെടുക്കുന്നവർ വെള്ളമെടുക്കുക, എണ്ണയെടുക്കുന്നവർ എണ്ണയെടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ, സ്തോത്ര സ്തോത്ര സ്തോത്ര. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പാ, നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഒരുത്തർ പോലും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ, തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. കാൻസർ രോഗത്താലെ, പരാലിസിസ് രോഗത്താലെ, ഹാർട്ട് പേഷ്യൻ്റ് ആകി, പൈൽസ് രോഗത്താലെ, ട്യൂമർ രോഗത്താലെ, ഏതെല്ലാം രോഗത്താൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, അവരെ ഇപ്പോൾ തന്നെ തൊടണമേ. അവർക്ക് ശാന്തി സമാധാനം കൊടുക്കണമേ. ശാന്തിയില്ല, സമാധാനമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ തന്നെ സമാധാനത്തെ കൊടുക്കണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടത്തി കൊടുക്കണമേ. കർത്താവെ, വീട് പണി പൂർത്തിയാകാത്തവരുടെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കണമേ. എല്ലാ പാസ്റ്റർമാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ, എല്ലാ അച്ഛന്മാരെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ പോലീസ് അധികാരികളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും എനിക്ക് ഫോൺ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. God bless you. Praise the Lord.